ഹലോ പ്രിയപ്പെട്ട +1 അറബിക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹീർ സാർ എജുപോർട്ട് അറബിക് സാർ നിങ്ങളുടെ മുമ്പിലേക്ക് എന്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, എന്തായിരുന്നാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് എക്സാമിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏകദേശം എത്ര മാർക്കിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ, അങ്ങനെ മൊത്തം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എത്രയൊക്കെ മാർക്കിനാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നു എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ആദ്യത്തെ മൊത്തം നമുക്ക് 5 യൂണിറ്റ് ആണെങ്കിലും അതിൽ 4 യൂണിറ്റിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളെ ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പോവുക. ആ 4 യൂണിറ്റിൽ നിന്നായിക്കൊണ്ട് 12 ചാപ്റ്ററുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിക്കൊണ്ട് നിങ്ങളെ പോർഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ 4ാമത്തെ യൂണിറ്റിലെ വസായിലുൽ ഇലാം വസലാമത്തുൽ മുജ്തമ എന്ന് പറയുന്ന ഈ ചാപ്റ്ററും കൂടി പഠിച്ചാൽ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയി ഉണ്ടാവുകയുള്ളൂ. ഇത്രയും ഭാഗം എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പഠിച്ച് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ 1ാമത്തെ യൂണിറ്റിൽ നമുക്കറിയാം ഫി റിഹാബിൽ മദ്രസ ഒരു കോൺവെർസേഷനാണ്. അതിൽ നിന്ന് ഏകദേശം വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഒരു 1 വേർഡുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഹിവാറോ അങ്ങനെ എന്തൊക്കെ കുറഞ്ഞ മാർക്കേ അത് പ്രതീക്ഷിക്കുന്നുള്ളൂ. 3 മാർക്ക് ആയിരിക്കാം ഏകദേശം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ ഏകദേശം ആ റേഞ്ചിലായിരിക്കും മാർക്ക് വരിക. ഇനിയോ ഔഹനൽ ബുയൂത്ത് എന്ന് പറയുന്ന 2ാമത്തെ ഒരു ചാപ്റ്റർ നമുക്കറിയാം, ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിനെ ബേസ് ചെയ്തുകൊണ്ട് സന്ദർഭം എഴുതാനുള്ള ചോദ്യങ്ങൾ വരാം, ഹിവാർ എഴുതാനുള്ള ചോദ്യങ്ങൾ വരാം, അതുപോലെ ഇസ്മ ഫെയിൽ ഹർഫ് എഴുതാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് വരാം. ഏകദേശം 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഹനി അൽ ലക്കും എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം ഒരു കവിതയാണ്. അതിൻ്റെ പ്രത്യേകത അതിൽ നിന്ന് നമുക്ക് 1 വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അഫ്ൽ ഇബ്രാഹിമിനെ കുറിച്ചിട്ട്, അതല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് ചോദിക്കാൻ, മുദക്കിർ ഇസ്തിഹ്സാനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 8 മാർക്കിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1ാമത്തെ യൂണിറ്റിൽ നിന്ന് ഏകദേശം ഒരു 16 മാർക്ക് വരെ അല്ലെങ്കിൽ ഏകദേശം ആ റേഞ്ചിൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ അടുത്ത 2ാമത്തെ യൂണിറ്റ് നമ്മൾ പരിശോധിക്കും. അതിൽ നമുക്ക് 3 ചാപ്റ്ററാണുള്ളത്. ലംഹത്തു ഇല ത്വബിഅ, പ്രകൃതിയെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ നിന്ന് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഖുർആനോ ഹദീസിൻ്റെ ഖുർആൻ ആയത്തോ അല്ലെങ്കിൽ ഹദീസ് കൊടുത്തിട്ട് അതിൻ്റെ ആശയം ചോദിക്കാം, അല്ലെങ്കിൽ അത് മാച്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഏകദേശം ഒരു 4 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 1 വേർഡുകൾക്ക് അല്ലെങ്കിൽ കുറഞ്ഞ മാർക്ക് അതിന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇനി അതിൽ ദുറാത്തുൻ സമീനത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഉപദേശവും അതേപോലെ ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമൊക്കെ അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു 6 മാർക്ക് വരെ 4 മുതൽ 6 മാർക്ക് വരെ നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ ആ 2ാമത്തെ യൂണിറ്റ് പ്രധാനപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ 3ാമത്തെ യൂണിറ്റാണ് കം തസ്തക്കി. ഒരു കവിതയാണ്. ആ കവിത എഴുതിയ ഇലിയാം അബുമാലിയെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ ആ കവിതയെക്കുറിച്ചിട്ട് നമുക്ക് 2 ലൈൻ തന്നിട്ട് ഫിക്രത്തുൽ മർക്കസി എഴുതാനോ അതല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് വരെ ഇതിൽ എസ്സെ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് കം തസ്തക്കി എന്നുള്ളത്. അതിന് 10 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യത. അങ്ങനെയെങ്കിൽ 2ാമത്തെ യൂണിറ്റിൽ നമുക്ക് പരമാവധി ഏകദേശം ഒരു 20 മാർക്കിൻ്റെ അടുത്ത് വരെ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്, പ്രതീക്ഷിക്കാം. ഇനി പ്രധാനമായി നിങ്ങൾക്ക് ചോദ്യങ്ങൾ കൂടുതലായി ചോദിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് 3ാമത്തെയും 4ാമത്തെ യൂണിറ്റിൽ നിന്നാണ് വരാൻ സാധ്യത. അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അൽ വഹദത്തു സാൽ 3ാമത്തെ യൂണിറ്റിൽ നമുക്കറിയാം ആദ്യത്തേത് ഫിൽ അയ്യാദ, ഒരു ക്ലിനിക്കിൽ പോയിട്ടുള്ള ഒരു സംഭാഷണം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമ്മുടെ ജീവിതശൈലികളെ കുറിച്ചിട്ടും ആ രീതിയിൽ ഹിവാറുകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങൾ ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവിടുന്ന് വരാറുണ്ട്. 2ാമത്തെ അതിന് ശേഷം ഒരു 8 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ യൂണിറ്റിന് പ്രത്യേകത 3 ചാപ്റ്ററും തുല്യ പ്രാധാന്യമുള്ള ചാപ്റ്ററാണെന്നുള്ളതാണ്. 2ാമത്തെ ചാപ്റ്റർ സിഹത്തു വനമത്തിൽ ആയാൽ ആരോഗ്യപരമായ ശീലങ്ങളും ആരോഗ്യപരമല്ലാത്ത ശീലങ്ങളും ട്രാൻസ്ലേഷൻസ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ 2ാമത്തെ യൂണിറ്റിൽ വരാൻ സാധ്യതയുണ്ട്. 8 മാർക്ക് വരെ അതിലും ചോദിക്കാം. 3ാമത്തേത് ഇബ്നു സീന എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസിഹത്തു വന്നമത്തുൽ ഹയാത്ത് എന്ന ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ ഇപ്പോൾ മുലാഫിൽ ഗ്രാമർ പാർട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അതൊരു 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് അത് 8 മാർക്കിലേക്ക് അത് പ്രാധാന്യം വരുന്നത്. അതേപോലെ ഇബ്നു സീന എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇബ്നു സീനയെക്കുറിച്ച് 1 വേർഡ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വേറെയും കാര്യങ്ങൾ അതിൽ നിന്ന് തർജുമത്തുൽ ഹയാത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം അബുൽ കലാം ആസാദിൻ്റെ തർജുമത്തുൽ ഹയാത്ത് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് അവിടെ 8 മാർക്കിന് വരെ ആ ചാപ്റ്ററിന് ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3ാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് ശേഷം 20ൻ്റെ മുകളിലേക്ക് 24 മാർക്ക് വരെ ട്രാൻസ്ലേഷന്, ക്വസ്റ്റ്യൻ മേക്കിംഗ്, ഗ്രാമർ പാർട്ട്, വൺ വേർഡുകൾ, ഇങ്ങനെ കുറേ കണ്ടൻറ്റുകൾ പിന്നെ ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റാണ്. ഇനി 4ാമത്തെ യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണ്. 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഏറ്റവും അവസാനം പഠിച്ച യൂണിറ്റ് ആയിരിക്കും. ഇതും വളരെ അധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം ഇതിൽ 1ാമത്തെ പരിധി ഇലക്ട്രോണിക് ഇമെയിലുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചാപ്റ്ററാണ് അല്ലേ. നിങ്ങൾ പിന്നെ ഒരു വിദ്യാർത്ഥി അവനക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയക്കുന്നതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്ന് വളരെ ചെറിയ വൺ വേർഡുകൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകളുടെ ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. കുറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. എന്നാൽ 2ാമത്തെ ചാപ്റ്റർ മുക്കാലമത്തുൽ ഫായിത്ത ഒരു സ്റ്റോറിയാണ് അല്ലേ. ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ട് സന്ദർഭം എഴുതാൻ ചോദിക്കാം, ആസ്വാദനക്കുറിപ്പ് ചോദിക്കാം, വൺ വേർഡ് ചോദിക്കാം, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ആണ്. പിന്നെ അത് മാത്രമല്ല അതിൽ നഅത്ത് മൻഊത്ത് എന്ന് പറഞ്ഞ ഗ്രാമർ പാർട്ട് വരുന്നുണ്ട്. ആ ഗ്രാമർ പാർട്ട് തന്നെ വൺ വേർഡിലും പിന്നെ പ്രത്യേകിച്ചൊരു ബോക്സ് തന്നിട്ട് അതിലെഴുതാനോ അല്ലെങ്കിൽ പാരാഫിൽ നിന്ന് കണ്ടെത്താനൊക്കെ ആയിട്ട് ഒരു 4 മാർക്ക് വരെ നഅത്ത് മൻഊത്ത് തന്നെ ഇതിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഗ്രാമർ പാർട്ട് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് വന്നാൽ 10 മാർക്ക് വരെ നമുക്കതിന് എക്സ്പെക്ട് ചെയ്യാം. ഇനി വസായിൽ ഇലാം വസലാമത്തുൽ മുജ്തമ എന്നുള്ളത് നമ്മൾ ഈ എക്സാമിൻ്റെ സിലബസിൽ ഈ പോർഷനിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇതിലാണ് നമ്മൾ പ്രോഗ്രാം നോട്ടീസ്, റിപ്പോർട്ട്, അതേപോലെ തന്നെ മുൽസഖ്, പോസ്റ്റർ, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് പ്രോഗ്രാം നോട്ടീസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ, പ്രോഗ്രാം നോട്ട്സ് എഴുതാനോ, പ്രോഗ്രാം നോട്ട്സ് വന്നിട്ട് റിപ്പോർട്ട് എഴുതാനോ, റിപ്പോർട്ട് നിന്ന് പ്രോഗ്രാം നോട്ട്സ്, അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. അതിലൊരു 10 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഏകദേശം 25 മാർക്ക് വരെ അതിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ റേഞ്ചിലായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മളിതിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 24, 25, 49, 20, 69, 69, പിന്നെ 16, 79, 85 മാർക്കോളം വരും. പക്ഷേ ഈ 80 മാർക്കിന് നിങ്ങൾക്ക് പരീക്ഷ വരാം. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് വൺ വേർഡിൽ അല്ലെങ്കിൽ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. താഴെ കൊടുത്ത 6 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി, താഴെ കൊടുത്ത 4 ക്വസ്റ്റ്യനിൽ 3 എഴുതിയാൽ മതി. എന്നാൽ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ കൂടി നമുക്ക് പരിഗണിക്കുമ്പോൾ പിന്നെ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് മാർക്ക് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് വരിക എന്ന് മനസ്സിലാക്കും. അതനുസരിച്ചിട്ട് ഈ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിൽ കൂടുതൽ മാർക്ക് വരാൻ സാധ്യതയുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട വർക്കുകളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ വളരെ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പല കുട്ടികളും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് മുതലേ പഠിച്ചു തുടങ്ങും. പക്ഷേ അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയകൾക്കൊന്നും ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നോളണമെന്നില്ല. അപ്പോൾ ഓരോ പരീക്ഷകൾക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്മാർട്ടായിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഏത് ക്വസ്റ്റ്യൻ പിന്നെ ഭാഗത്ത് നിന്നാണോ, ഏത് ചാപ്റ്ററിൽ നിന്നാണോ, ഏത് ഏരിയകളിൽ നിന്നാണോ കൂടുതലായിക്കൊണ്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെല്ലാം ഒരു പക്ഷേ SLC ഈ പിന്നെ അറബി പരീക്ഷയിൽ എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ടിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ പിന്നെ പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ തകർന്നു പോവില്ല. ഇൻഷാ അല്ലാഹ് വരുന്ന ക്രിസ്മസ് എക്സാമിനും നമുക്ക് എന്തുണ്ടാവും, ആ രീതിയിൽ നിങ്ങളെ കാത്ത് എജുപോർട്ടിൻ്റെ ലൈവ് വരാനിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാ ആളുകളും വളരെ നേരത്തെ തന്നെ ലൈവിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ വെച്ചിട്ട് കാണാം. തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.